ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 27 കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ പ്രധാന കാര്യങ്ങൾ നടന്നു എന്ന് നമുക്ക് നോക്കാം. സൗത്ത് ആഫ്രിക്കൻ സ്വാതന്ത്ര്യ ദിനം ഏപ്രിൽ 27. ഏപ്രിൽ 27 സൗത്ത് ആഫ്രിക്കൻ സ്വാതന്ത്ര്യ ദിനമാണ്. ഇന്ത്യയുടെ പുതിയ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആയി നിയമിതനായത് സഞ്ജയ് കോത്താരി. അപ്പോൾ സഞ്ജയ് കോത്താരിയാണ് ഇന്ത്യയുടെ പുതിയ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത്. നൂർ എന്ന മിലിറ്ററി ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാൻ. അപ്പോൾ ഇറാൻ വിക്ഷേപിച്ച മിലിറ്ററി ഉപഗ്രഹമാണ് ന്യൂർ. ഇൻഫോസിസ് ചെയർപേഴ്സൺ സുധാ കൃഷ്ണമൂർത്തിയുടെ പുതിയ ബുക്ക് ഹൗ ദ ഒണിയൻ ഗോട്ട് ഇറ്റ്സ് ലെയേഴ്സ്. അപ്പോൾ ഹൗ ദ ഒണിയൻ ഗോട്ട് ഇറ്റ്സ് ലെയേഴ്സ് എന്ന ബുക്ക് രചിച്ചത് സുധാ കൃഷ്ണമൂർത്തിയാണ്. സുധാ കൃഷ്ണമൂർത്തി ഇൻഫോസിസിന്റെ ചെയർപേഴ്സണുമാണ്. COVID-19 പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഈ കാര്യാലയ എന്ന ആപ്ലിക്കേഷൻ രൂപീകരിച്ച സൈനിക വിഭാഗം CISF രൂപീകരിച്ച ആപ്ലിക്കേഷനാണ് ഈ കാര്യാലയ. ലോക ബാഡ്മിന്റൺ ഫെഡറേഷന്റെ ഐ ആം ബാഡ്മിന്റൺ ക്യാമ്പയിന്റെ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? PV സിന്ധു. ലോക ബാഡ്മിന്റൺ ഫെഡറേഷന്റെ ഐ ആം ബാഡ്മിന്റൺ ക്യാമ്പയിന്റെ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? PV സിന്ധു ആണ്. കാഴ്ച പരിമിതർക്ക് ഗൂഗിൾ പുറത്തിറക്കിയ കീബോർഡ് ടോക്ക് ബാക്ക്. അപ്പോൾ കാഴ്ച പരിമിതർക്കായി ഗൂഗിൾ പുറത്തിറക്കിയ കീബോർഡിന്റെ പേരാണ് ടോക്ക് ബാക്ക്. ചൈനയുടെ പ്രഥമ ചൊവ്വ ദൗത്യം തായ്വൻ 1. അപ്പോൾ തായ്വൻ 1 ഏത് രാജ്യത്തിന്റെ പ്രഥമ ചൊവ്വ ദൗത്യമാണ്? ചൈനയുടെ. 2020 30ാം വാർഷികം ആഘോഷിച്ച നാസയുടെ ടെലസ്കോപ്പ് ഏത്? ഹബിൾ. അപ്പോൾ ഹബിൾ നാസയുടെ ടെലസ്കോപ്പാണ്. അത് 2020 30ാം വാർഷികം ആഘോഷിച്ചു. പൊതുസ്ഥലത്ത് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ച സംസ്ഥാനം ജാർഖണ്ഡ്. അപ്പോൾ പൊതുസ്ഥലത്ത് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ച സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച മുൻ പാകിസ്ഥാൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആര്? സന മിർ. അപ്പോ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച മുൻ പാകിസ്ഥാൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ്? സന മിർ. ആസാം ഗവൺമെന്റ് ആരംഭിച്ച പുതിയ മെഡിക്കൽ സ്കീം ധന്വന്തരി എന്ന മെഡിക്കൽ സ്കീം ആരംഭിച്ച ഗവൺമെന്റ് ആസാം. കൊറോണ രോഗികൾക്ക് ആഹാരവും മരുന്നും വിതരണം ചെയ്യാൻ കർമ്മി ബോട്ട് എന്ന റോബോട്ടിനെ വികസിപ്പിച്ച സംസ്ഥാനം കേരളം. കേരളത്തിലെ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ഇങ്ങനെയൊരു റോബോട്ടിനെ, കർമ്മി ബോട്ട് എന്ന റോബോട്ടിനെ വികസിപ്പിച്ചിരിക്കുന്നത്. ചിലവ് കുറഞ്ഞ വെന്റിലേറ്റർ വികസിപ്പിക്കുന്ന കമ്പനി ഏത്? മാരുതി സുസുക്കിയാണ് കുറഞ്ഞ ചിലവിൽ വെന്റിലേറ്റർ വികസിപ്പിക്കുന്ന കമ്പനി. കൊറോണ രോഗികൾക്ക് ആഹാരവും മരുന്നും വിതരണം ചെയ്യാൻ നൈറ്റിംഗൽ 19 എന്ന റോബോട്ടിനെ വികസിപ്പിച്ച സംസ്ഥാനം കേരളം. അപ്പോൾ കേരളം വികസിപ്പിച്ച വേറൊരു റോബോട്ടാണ് നൈറ്റിംഗൽ 19. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്